നമസ്കാരം. പെരിന്തൽമണ്ണ ഓൺലൈൻ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ നിഷാദ് കുളത്തൂർ. 5 വർഷത്തെ മോദിയുടെ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. 5 വർഷത്തെ മോദിയുടെ ഭരണത്തെ എങ്ങനെയാണ് യുവാക്കൾ വിലയിരുത്തുന്നതെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഒരുപാട് പ്രതീക്ഷയോടെ വന്നൊരു സർക്കാരാണ് നമ്മുടെ മോദി സർക്കാർ. അതായത് കോൺഗ്രസിന് തുടർച്ചയായുള്ള ഭരണത്തിന് ശേഷം ഒരു നല്ല ഭരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വന്നൊരു സർക്കാരാണ്. പക്ഷേ എന്തോ ഈ 5 വർഷം കൊണ്ട് മോദിക്ക് അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് പെട്രോൾ വില, അതുപോലെ GST, അങ്ങനെ ഒരുപാട് വീഴ്ചകൾ വന്ന സർക്കാരാണ് നമ്മുടെ ഇപ്പോൾ സർക്കാർ. പിന്നെ അതിൻ്റെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് നിരോധനം. അതുകൊണ്ട് കാര്യമായിട്ട് നല്ല സംഭവം ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വെറും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റേ ക്യൂ നിൽക്കുക, പിന്നെ കള്ളപ്പണം പിടിക്കാവുന്ന പേരിലാണിത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായതായിട്ട് വലിയ അറിവൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെയാണ് പെട്രോളിൻ്റെ കാര്യം, പിന്നെ തൊഴിലില്ലായ്മ. അത് ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ടുള്ള സംഭവമാണ്. ഞങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിന് വലിയ തൊഴിലവസരങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ അത്ര നല്ലൊരു ഭരണമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. മോദിയുടെ ഭരണത്തിൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ പ്രശ്നമാണ്. ഈ മനുഷ്യനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഈ 5 വർഷത്തിൽ പശുവിനായിരുന്നു. ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടാണ് പശുവിൻ്റെ പേരിൽ. മോദിയുടെ ഭരണം ഗുണങ്ങൾ പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല, ഫുള്ള് ദോഷങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളൂ. പശുവിനോട് ആധാർ കാർഡും ഇൻഷുറൻസ് കാർഡും വരെ മനുഷ്യനൊന്നും ഉണ്ടെങ്കിൽ പോലും കിട്ടാനില്ല. അവസ്ഥ അതിന് പ്രാധാന്യം കൊടുക്കില്ല. പ്രാധാന്യം ഫുള്ള് കൊടുക്കുന്നത് ഈ ഇതിനാണ്, പശുവിൻ്റെ പ്രശ്നങ്ങൾക്കും ഇതിനൊക്കെയാണ്. ആളെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം യാത്രയാണ്. ആൾ കാണാത്ത ഇനിയിപ്പോൾ സ്ഥലവും ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു ഭരണം ഒരിക്കലും വരരുതാണ് എൻ്റെ ഇതിലെ അഭിപ്രായത്തിൽ. ഇപ്പോൾ ഈ ഒരു കാലാവധി, ഈ 5 വർഷ കാലാവധി കൊണ്ട് മുമ്പ് ഒരു എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടാവും. ഓരോരുടെ കാര്യം പറഞ്ഞിട്ട് മറ്റേ വിദേശ രാജ്യങ്ങളിൽ കറങ്ങിയിറക്കുക ഇവിടെ സ്ഥിരം പരിപാടി അതാണ്. നമ്മുടെ നാട്ടിൽ അതിന് മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഫുള്ള് സോമാലിയ പറഞ്ഞ ടീമല്ലേ, അപ്പോൾ മുമ്പ് മൊത്തം കണ്ടിട്ടുണ്ടാവും. അതൊക്കെ തന്നെയാണ് ഒരു നല്ല ഭരണം എന്ന് നമുക്ക് തോന്നിയിട്ടില്ല ഇതുവരായിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇങ്ങനൊരു ഭരണം വരാതിരിക്കാൻ ശ്രമിക്കുക. അവര് നിലന്നു പോയാലും വേറെ പാർട്ടി വന്നാലും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ശ്രമിക്കുക. വളരെ ഒരു മോശമായ ഭരണമാണ് മോദി സർക്കാരിൻ്റെ ഭരണം. കാരണം പല വിധത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഒന്നാമത് നോട്ട് നിരോധനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ മാത്രമാണ് അതിൽ ബുദ്ധിമുട്ടിയത്. ഈ കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം പിടിച്ചെടുക്കുക, കള്ളപ്പണം അങ്ങനത്തെ ഒരു ലക്ഷ്യമാണ് ഈ നോട്ട് നിരോധനം കൊണ്ട് മോദി സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നും വ്യക്തമായിട്ട് ആ ഒരു ലക്ഷ്യം നടന്നിട്ടില്ല. ഇതിൽ പെട്ടത് സാധാരണക്കാരായ ജനങ്ങളാണ്. കോർപ്പറേറ്റുകൾ, അംബാനിയെ പോലുള്ള കോർപ്പറേറ്റ് ശക്തികളൊക്കെ നോട്ട് നിരോധനം മുൻപ് തന്നെ അറിഞ്ഞ് അതിന് വേണ്ടതായ ഈ നടപടികളൊക്കെ എടുത്ത് ഇതിനെ നേരിട്ടു. പക്ഷേ സാധാരണക്കാരാണ് ഇതിൽ പെട്ടത്. പെട്ടെന്നൊരു ദിവസം 1500 നോട്ടിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പൈസ ഇല്ലാതെ കുറേ ആൾക്കാർ കല്യാണത്തിന് പൈസ ഇല്ലാതെ അങ്ങനെ കുറേ കഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിലൂടെ GST ഒരു ഗ്യാപ്പ് പോലും കൂടാതെ GST വന്നു. GST നല്ലൊരു കാര്യമാണ്. പക്ഷെ അത് കുറച്ച് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊണ്ടുവന്നിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോട്ട് നിരോധനമൊക്കെ ഒന്ന് സെറ്റപ്പായി വന്ന് രാജ്യം പിന്നെ ഒരു ഫിനാൻഷ്യലി നല്ലൊരു സ്റ്റെബിലിറ്റി ആയിട്ട് GST കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെ. ഇത് രണ്ടും ഒപ്പം കൊടുന്ന് ജനങ്ങൾ ഒരുപാട് വലച്ചൊരു സംഭവമാണ്. അപ്പം മെയിനായിട്ട് പറയാൻ പിന്നെ കുറേ വാഗ്ദാനങ്ങൾ, പെട്രോളിൻ്റെ വില 50 രൂപയിൽ താഴ്ത്തുമെന്നൊക്കെയാണ് മോദി വാഗ്ദാനം പറഞ്ഞിരുന്നത്. അതൊന്നും നടന്നില്ല. എന്നത്തെക്കാട്ടിലും റെക്കോർഡ് വില ഉയരുകയാണ് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ശോകമായൊരു ഭരണം തന്നെയാണ് ഈ മോദി സർക്കാർ കാഴ്ചവെച്ചത് 5 വർഷം. ഇന്ത്യയെ ഒരുപാട് പിറകോട്ട്, GDP-യിലാണെങ്കിലും ഒക്കെ ഇന്ത്യ വളരെ പിറകോട്ട് പോയി.